നിരവധി മലയാള ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് നിഖില വിമൽ. ശ്രീ ബാല കെ മേനോൻ സംവിധാനം ചെയ്ത ലവ് 24x7 ദിലീപിൻ്റെ നായികയായി നിഖില സിനിമയിലേക്ക് എത്തുന്നത്. ആദ്യ ചിത്രം കഴിഞ്ഞ് ചെറിയൊരു ഇടവേളയെടുത്താണ് താരം അടുത്ത ചിത്രം തിരഞ്ഞെടുത്തത്. വിനീത് ശ്രീനിവാസൻ്റെ നായികയായി അരവിന്ദൻ്റെ അതിഥികളിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ നിഖില സത്യൻ അന്തിക്കാടിൻ്റെ ഫഹദ് ഫാസിൽ ചിത്രമായ ഞാൻ പ്രകാശനിലും നായികയായി. എന്നാൽ ഇപ്പോൾ നിഖില പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ലുലു മാളിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇപ്പോഴും തന്നോട് ഒരു 3.5 ലക്ഷം രൂപയുണ്ടോ എന്ന് ചോദിക്കുമെന്ന് നിഖില വിമൽ. 3.5 ലക്ഷം രൂപയോ എന്ന് ചോദിച്ചാൽ ജർമ്മൻകാരൻ്റെ കൂടെ പോയില്ലേ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നതെന്നും നിഖില പറഞ്ഞു. ഫഹദിനെക്കുറിച്ച് പറയുമ്പോൾ തനിക്ക് ഇതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ചിത്രം 2 ആഴ്ച ഹൗസ്ഫുള്ളായി ഓടുന്ന സമയത്ത് താൻ ഡിപ്രഷൻ അടിച്ച് വീട്ടിൽ ഇരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും ആൾക്കാർ തന്നെ ഫോൺ വിളിച്ച് ചീത്ത വിളിക്കുമായിരുന്നു എന്നും നിഖില പറഞ്ഞു. പ്രകാശനെ തേച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചീത്ത വിളിക്കുന്നത്. സിനിമയുടെ കഥ സത്യൻ അങ്കിൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഇത് തേപ്പാണല്ലേ എന്ന് ഞാൻ ചോദിച്ചു. നീ തേപ്പല്ല, പ്രകാശൻ്റെ പ്രശ്നം കൊണ്ടാണ് നീ ഇത് ചെയ്യുന്നത് എന്നാണ് സത്യൻ അങ്കിൾ പറഞ്ഞതെന്നും നിഖില പറഞ്ഞു. നിരവധി സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സ് കവർന്ന നടിയാണ് നിഖില വിമൽ. ലവ് 24x7 എന്ന ചിത്രത്തിലൂടെ നായികയായി സിനിമയിലെത്തിയ നടി പിന്നീട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അരവിന്ദൻ്റെ അതിഥികൾ, ഒരു യമണ്ടൻ പ്രേമകഥ, ഞാൻ പ്രകാശൻ, 5-ാം പാതിര, ബ്രോ ഡാഡി, മധുരം തുടങ്ങിയ നിരവധി സിനിമകൾ ചെയ്തു. കോവിഡ് കാലത്തിറങ്ങിയ ജോ ആൻഡ് ജോയിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തമിഴിൽ അശോക് സെൽവനൊപ്പം പോർ തൊഴിൽ എന്ന ത്രില്ലറിലും മികച്ച റോളിലാണ് നടി തിളങ്ങിയത്. പബ്ലിക് സ്പേസിൽ ബോൾഡായി തൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ മടി കാണിക്കാത്ത നടി കൂടിയാണ് നിഖില.